എപ്പിസോഡിന്റെ തുടക്കത്തില് ആ പെങ്കിപ്പെണ്ണ് അവളിപ്പോ അങ്ങനെ തുള്ളിച്ചാടി വമ്പൻ ഡാൻസ് ഒക്കെയാണ്. അത് കാണുമ്പോ ആ പ്രിൻസസിന് അവൻ ഒരുപാട് ദേഷ്യം വരും. അവൻ പറയും അവള് ഭയങ്കര സാധനമാണ്. അവൾ എന്റെ കോട്ട് അതിൽ അവളുടെ ആസിഡ് ഒഴിച്ച് അത് ഓട്ടയിട്ടു. അത് ഞാൻ ക്ഷമിച്ചു. പക്ഷെ ട്രെയിനിങ്ങിന്റെ സമയത്ത് അവൾ എന്റെ പാന്റില് മുഴുവനായിട്ടും ആസിഡ് ഒഴിച്ച് എന്റെ പാന്റ് മുഴുവൻ നശിപ്പിച്ചു. ഒരുപാട് ജനങ്ങളുടെ മുൻപില് ഞാൻ നാണം കെട്ട് തൊലിയിരിഞ്ഞു. അവൻ പറയും ഒരിക്കലും ഞാനത് മറക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനതിന് റിവെഞ്ച് ചെയ്യും. അപ്പാ പെങ്കിപ്പെണ്ണ് അവൾ വമ്പൻ ഡാൻസ് ഒക്കെ കളിച്ച് ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. അവള് ഹീറോയോട് അവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ പറയും. പക്ഷെ നമ്മുടെ ചെക്കനാണെങ്കിൽ ഡാൻസ് അറിയില്ല. അതിന് അവള് ഇപ്പൊ 5-6 സ്റ്റെപ്പൊക്കെ അവന് പറഞ്ഞു കൊടുക്കും. അവനും ആ സ്റ്റെപ്പൊക്കെ ഇട്ട് ഇപ്പൊ അവളുടെ കൂടെ പൊരിഞ്ഞ ഡാൻസ്, അവന്റെ ഡാൻസ് കണ്ട് ഇപ്പൊ എല്ലാവരും പൊട്ടിച്ചിരിക്കും. ഇവിടെ കാമിനാരി ആണെങ്കിൽ ജിറോയുടെ റൂമിനെ കുറിച്ച് ഇപ്പൊ എന്തൊക്കെയോ പറയാൻ തുടങ്ങും. മറ്റൊന്നുമല്ല, അവളുടെ റൂമില് ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അവൾക്ക് മ്യൂസിക്കൽ കമ്പമുണ്ടെന്ന് അവൻ പറയും. അത് കേട്ട് അവൾക്ക് കലി ഇളകി ഒരു പേനയെടുത്ത് അവന് നേരെ വലിച്ചെറിയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് അവരെല്ലാവരും ഇപ്പൊ ക്ലാസ്സിലേക്ക് വരും. അപ്പോഴായിരിക്കും ഐസമ മാസ്റ്റർ വരിക. നമ്മുടെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ അത് വരാൻ പോവാണ്. അതുകൊണ്ട് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് കേൾക്കേണ്ട താമസം നമ്മുടെ പിള്ളേര് അവര് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടാൻ തുടങ്ങും. പക്ഷെ അത് കേട്ട് ഇപ്പൊ കരീഷ്മ അവൻ ഒരുപാട് ടെൻഷനാവും. കാരണം ഇപ്പോഴും ആ ലീഗ് ഓഫ് വില്ലൻസ് അവർ ഈ സിറ്റി മുഴുവൻ കറങ്ങി നടക്കുകയാണ്. എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അതിന് ഐസമ മാസ്റ്റർ പറയും നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്ന് കരുതി സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവല് അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഉറപ്പായിട്ടും നമ്മളിത് നടത്തും. മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരുപാട് സ്ട്രെസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിലീഫ് ആയിരിക്കും. മാത്രമല്ല, ഇത്രയും കാലവും നടന്നതുപോലെ ഒരു ലോക്കൽ ഫെസ്റ്റിവൽ ആയിരിക്കില്ല ഈ ഒരു യൂത്ത് ഫെസ്റ്റിവൽ. ഉറപ്പായിട്ടും എല്ലാ സ്റ്റുഡൻസും ഏതെങ്കിലും ഒരു പ്രോഗ്രാമെങ്കിലും നടത്തിയിരിക്കണം. അത്രയും പറഞ്ഞ് ഇപ്പൊ മാസ്റ്റർ പുറത്തേക്ക് പോവും. ഉടനെ ലിഡാ പയ്യൻ അവൻ മുൻപോട്ട് വരും. അവൻ വലിയ ആളായിട്ട് ഇപ്പൊ എന്തൊക്കെയോ പറയാണ്. അതിനുശേഷം അവൻ ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് ചോദിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ പങ്കുവെക്കാനുണ്ടോ? ഉടനെ ഓരോരുത്തരായിട്ട് ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് അവരുടെ ഐഡിയാസ് അത് നിലവിളിച്ച് പറയാൻ തുടങ്ങും. കുറെ പേർക്ക് കുറെ ഐഡിയാസ് ഒക്കെ ഭയങ്കര ഇഷ്ടാവും. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ ഐഡിയാസും ഐറ്റവും പറഞ്ഞു കൊണ്ടേയിരിക്കും. അവസാനാവുമ്പോ നമ്മുടെ ലിഡാ പയ്യൻ അവനെഴുതിയ ലിസ്റ്റ് അത് കണ്ട് അവന്റെ കണ്ണു തള്ളും. കാരണം പ്രോഗ്രാം അത് ഒരുപാട് നീണ്ടുപോയി. വലിയൊരു ലിസ്റ്റ് ആയിരിക്കും അവനിപ്പോ കിട്ടുക. പക്ഷെ അതിൽ ചിലരുടെ ഐറ്റം അത്ര ശരിയാവില്ല. അപ്പൊ അവര് പരസ്പരം ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ഡിസ്കസ് ചെയ്ത് ഇപ്പൊ അവരുടെ ശബ്ദം അത് വല്ലാതെ കൂടി വരും. അത് കേൾക്കുമ്പോഴാണെങ്കില് ഇപ്പൊ ലിഡാ പയ്യന് അവന്റെ കലിപ്പും കേറി വരും. ലിഡയാണെങ്കില് സൈലൻസ് സൈലൻസ് എന്ന് വിളിച്ചു കൂവും. പക്ഷെ നമ്മുടെ പിള്ളേര് അത് മൈൻഡ് പോലും ചെയ്യാതെ പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ മാസ്റ്റർ അവിടേക്ക് വന്നിട്ട് ഇന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്തത് മതി. നാളെ നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഐറ്റം അത് കൺഫേം ചെയ്ത് പേര് കൊടുക്കുക. അങ്ങനെ കൊടുക്കാത്തവർക്കുള്ള പണിഷ്മെന്റ് അത് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹോസ്റ്റൽ കാണിക്കും. അവിടെ എല്ലാ സ്റ്റുഡൻസും ഒത്തുകൂടി കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുകയാണ്. കാരണം ഇവരുടെ ഫസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബെസ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും ഇപ്പൊ ഡിസ്കഷൻ അത് കാര്യമായിട്ട് മുൻപോട്ട് പോകും. അപ്പൊ അവർ ആദ്യം ഡിസൈഡ് ചെയ്യും ഒരു ഫുഡ് ഫെസ്റ്റിവല് അത് അറേഞ്ച് ചെയ്യാം. പക്ഷെ ചിലർക്ക് അത് ഇഷ്ടാവില്ല. അപ്പൊ മറ്റു ചിലർ പറയും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സൂ അത് സെറ്റപ്പ് ആക്കിയാലോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ സ്ട്രെസ് റിലീഫ് ഉണ്ടാവും. അപ്പൊ പിങ്കി പെണ്ണ് അവള് പറയും അതൊന്നും വേണ്ട, നമുക്ക് ഡാൻസ് കളിച്ചാലോ? അത് കേട്ട് ടോഡറോക്കി അവൾക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. മാത്രമല്ല യൂട്യൂബില് ഒരു അടിപൊളി ഡാൻസിങ് വീഡിയോ കൂടെ അവനിപ്പോ കാണിച്ചു കൊടുക്കും. ആ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടാവും. പക്ഷെ എന്താ, അവർക്കാർക്കും നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയില്ല. അപ്പോഴായിരിക്കും നമ്മുടെ പ്രിൻസസ് അവനിപ്പോ വമ്പൻ ഡാൻസ്, ആക്ച്വലി ഈ സ്റ്റെപ്സ് അവന്റെ ശത്രുവായ പിങ്കി പെണ്ണായിരിക്കും അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പൊ ഒരു തരത്തില് ഡാൻസ് ഓക്കെ ആയി. പക്ഷെ മ്യൂസിക് അത് ആവശ്യമാണ്. അപ്പൊ എല്ലാവരും തിരിഞ്ഞ് ഇപ്പൊ ജിറോയെ നോക്കും. അവളാണെങ്കിൽ പേടിച്ചു വിറച്ച് അങ്ങനെ നിൽക്കും. അവളാണെങ്കിൽ ഇതുവരെയായിട്ടും ആർക്കും അവളുടെ മ്യൂസിക് കേൾപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയും ഞങ്ങൾക്ക് നിന്റെ മ്യൂസിക് അത് കേൾക്കണം. ആക്ച്വലി അവൾക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര നാണമാണ്. കാരണം അവളുടെ പാട്ട് കേട്ട് ആരെങ്കിലും അവളെ കളിയാക്കിയ അവൾക്കത് സഹിക്കില്ല. അതിനെല്ലാവരും പറയും അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, ദയവ് ചെയ്ത് നീ പാടണം. അങ്ങനെ വേറെ വഴിയില്ലാതെ
എല്ലാവരുടെയും നിർബന്ധത്തിന് സമ്മതിച്ച് അവളിപ്പോ അതിന് തയ്യാറാവും. അവളൊരു ലൈവ് പെർഫോമൻസ് തന്നെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യാമെന്ന് സമ്മതിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇസുക്കും ചുന്ദരക്കുട്ടനും അവർ രണ്ടുപേരും ബാസ്ക്കറ്റ് നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നമ്മുടെ പെങ്കൊച്ചിനെ അവളെ കാണാൻ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരും. അവരുടെ കൂടെ തന്നെ ഐസമ മാസ്റ്ററും ഡോക്ടറും നഴ്സും എല്ലാവരും ഇപ്പൊ റൂമിലേക്ക് വരും. കാരണം പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാ അവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. പക്ഷെ ഇപ്പൊ ആക്ച്വലി ആ പെൺകുട്ടിക്ക് തീരെ വയ്യ. അതുകൊണ്ട് തന്നെ അവളുടെ പവർ അതൊരുപാട് കുറഞ്ഞിരിക്കുകയാണ്. സോ ഇപ്പൊ ആർക്ക് വേണമെങ്കിലും അവളെ കാണാം. അവൾക്ക് ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോ അവളെ രക്ഷിച്ച ആൾക്കാരെ ഇപ്പൊ ഒന്നൊന്നായിട്ട് അവൾക്ക് ഓർമ്മ വരും. ചുന്ദരക്കുട്ടന്റെ പേര് അവൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ ഹീറോയുടെ പേര് അതവൾക്ക് ഓർമ്മയുണ്ടാവില്ല. അതിന് ഹീറോ എന്റെ പേര് ഇസുക്ക്, നിനക്കെന്നെ ഇസുക്ക് കുട്ട എന്ന് വിളിക്കാം. അപ്പൊ അവൾ ചോദിക്കും, ആ കണ്ണാടി വെച്ച കോട്ടിട്ട ചേട്ടൻ ആളെവിടെ? അതിന് ഹീറോയും ചുന്ദരക്കുട്ടനും അവർ രണ്ടുപേരും ഇപ്പൊ തല താഴ്ത്തും. അവര് പറയും അത് നൈറ്റ് ടൈം മാസ്റ്റർ ആണ്, ആള് ആ ഒരു ബാറ്റിൽ മരണപ്പെട്ടു. അത് കേട്ട് അവള് പൊട്ടിക്കരയാൻ തുടങ്ങും. ടൊഗോട്ടയാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും, സാരമില്ല, ഒരിക്കലും നീ കാരണമല്ല മാസ്റ്റർ മരിച്ചത്. അതിന് അവള് പറയും, ഞാൻ കാരണം തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത്. എല്ലാവരും പറയും പോലെ ഞാനൊരു ശാപം തന്നെയാണ്. നിനക്ക് നിന്റെ പവർ നഷ്ടപ്പെട്ടതും ഒരുപാട് പേർക്ക് പരുക്ക് പറ്റിയതും ജീവൻ നഷ്ടപ്പെട്ടതും ഒക്കെ ഞാൻ കാരണം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് നിന്നെ രക്ഷിച്ചത്. ആ ഞങ്ങൾക്ക് വേണ്ടി നിനക്കൊന്ന് ചിരിച്ചൂടെ? അതിനവള് ഇപ്പൊ മോന്തോണ്ട് കോക്കറിയൊക്കെ കാണിക്കാൻ തുടങ്ങും. അവൾ എന്താ കാണിക്കണേന്ന് പറഞ്ഞ് നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ മുഖത്തോട് മുഖം നോക്കും. ആക്ച്വലി ആ എറിക് പെൺകുട്ടിക്ക് അവൾക്ക് ചിരിക്കാൻ പോലും കറക്റ്റായിട്ട് അറിയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും കാലമായിട്ടും അവൾ സന്തോഷിച്ചിട്ടില്ല, ചിരിച്ചിട്ടില്ല. ആ ഒരു കൊറ്റുവില്ലൻ ഇവളെ എപ്പോഴും ഭയപ്പെടുത്തിയും വേദനിപ്പിച്ചുമാണ് ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ ഇസ്കിന് മനസ്സിലാവും ആ കൊറ്റുവില്ലൻ അവന്റെ നിഴല് അതിപ്പോഴും അവളുടെ മേലെ തന്നെ ഉണ്ട്. അവൾക്ക് ഇനിയും ടൈറ്റ് സെക്യൂരിറ്റി ഒക്കെ കൊടുത്ത് അവളെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ ഹീറോയ്ക്ക് ഇപ്പൊ ഒരു ബുദ്ധി വെളിച്ചമുണ്ടാവും. കാരണം അവളുടെ കൊമ്പിപ്പോ അകത്തേക്ക് പോയതുകൊണ്ട് തന്നെ അവൾക്കിപ്പോ വലിയ പവറൊന്നുമില്ല. അതുകൊണ്ട് കുറച്ചു നേരം അവളെയും കൂട്ടി പുറത്തേക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ടും അവൾക്കത് വലിയൊരു റിലീഫ് ആയിരിക്കും. അങ്ങനെ ഹീറോ അവന് പൈസമ മാസ്റ്ററോട് ചോദിക്കും, മാസ്റ്ററിന് വിരോധമില്ലെങ്കിൽ സ്കൂൾ ഫെസ്റ്റിവൽ കാണാൻ ഞാൻ ആ എറി പെൺകുട്ടിയെ കൂടെ കൂട്ടിക്കോട്ടെ? അതിന് മാസ്റ്ററും ഓക്കെ പറയും. അങ്ങനെ നമ്മുടെ ചിരിക്കൂട്ടനും ഹീറോയും അവർ രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആയിട്ട് ഇപ്പൊ തുള്ളിച്ചാടും. പക്ഷെ എറിയാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് ടെൻഷനിലിരിക്കുകയാണ്. അവളെ രക്ഷിക്കാൻ വന്നവരില് ആരൊക്കെ ഇപ്പോഴും അപകടത്തിൽ പെട്ടു എന്നവൾക്കറിയില്ല. അത് വീണ്ടും വീണ്ടും ഇപ്പൊ അവൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ കാണിക്കും. അവിടെ ആള് പറയും വീണ്ടും ആ വീഡിയോ അത് അപ്ലോഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും അതാരാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് മാത്രം കണ്ടുപിടിക്കാൻ ഇതുവരെ ആയിട്ടും നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ആ വീഡിയോ കാണിക്കും. ആ വീഡിയോയില് ഒരു വില്ലൻ അവൻ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കടക്കാരന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണമൊക്കെ ഇപ്പൊ അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് 4 സൂപ്പർ ഹീറോസ് അവരവിടേക്ക് ചാടിയെത്തും. പക്ഷെ ആ വില്ലൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവരെ എല്ലാവരെയും തല്ലി താഴെയിടും. എന്നിട്ട് അവൻ അടിച്ചു മാറ്റിയ ആ ക്യാഷ് പോലും ഇപ്പൊ വലിച്ചെറിഞ്ഞ് സ്റ്റൈലായിട്ട് നടന്നു വരും. അവന്റെ കൂടെ തന്നെ ഒരു ചെറിയ പെൺകുട്ടി കൂടെ ഉണ്ട്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവനെ എല്ലാവരും പേടിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിമിനലായി മാറണം എന്നതാണ്. അതിനുവേണ്ടിയാണ് അവൻ അവന്റെ വീഡിയോ തന്നെ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ എറിപ്പെണ്ണിനെ അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.